ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. വെൽക്കം ടു ക്ലാസ് 6. 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. ഹിന്ദി പഠിച്ചുകൊണ്ട് 6ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഹിന്ദി പഠിക്കാം. വാ, നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത് കുലേ ദിൽസെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കുലേ ദിൽസെ എന്ന ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. കവിതയുടെ പേര് നീലി ചിടിയ, നീല പക്ഷി. നീലി ചിടിയ എന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് ഹരിവംശ് റായ് ബച്ചനാണ്. ഹരിവംശ് റായ് ബച്ചൻ, അതായത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അച്ഛൻ. സിനിമയിലൊക്കെയുള്ള അമിതാഭ് ബച്ചൻ അറിയത്തില്ലേ? കൽക്കിയിലും ബ്രഹ്മാസ്ത്രയിലൊക്കെ ഉള്ള അമിതാഭ് ബച്ചൻ അറിയാലോ നിങ്ങൾക്ക്. പുള്ളിക്കാരൻ്റെ അച്ഛനാണ് ഹരിവംശ് റായ് ബച്ചൻ. അദ്ദേഹമാണ് നീലി ചിടിയ എന്ന നമുക്ക് പഠിക്കാനുള്ള ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ നീലി ചിടിയ എന്ന കവിത നമുക്ക് പഠിക്കാം. നീലേ ആസ്മാൻ സേ ഉതരി നീലി ഏക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. നീലേ ആസ്മാൻ സേ ഉതരി. ആസ്മാൻ എന്താണ്? ആസ്മാൻ ആകാശം, സ്കൈ. നീലേ ആസ്മാൻ നീലാകാശം. സേ ഉതരി ആകാശത്തിൽ നിന്നും ഇറങ്ങി, നീലാകാശത്തിൽ നിന്നും ഇറങ്ങി വന്നു. ആര്? ഈ പക്ഷി. നീലി ഏക്ക് നിരാലി ചിടിയ. എങ്ങനെയുള്ള പക്ഷിയായിരുന്നു? നീലി ചിടിയ, നീല പക്ഷിയായിരുന്നു. ഏക്ക് നിരാലി ചിടിയ, ഒരു നിരാലി ചിടിയായിരുന്നു. നിരാലിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ അതുല്യമായത്, യുണീക്കായിട്ടുള്ളത്, വളരെ സ്പെഷ്യലായിട്ടുള്ളത്. അതായത് ഒരുപാടൊന്നും ഇല്ലാത്ത, മറ്റുള്ളതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയുള്ളൊരു പക്ഷി. അതാണ് നിരാലി ചിടിയ. അപ്പോൾ എന്ത് ചെയ്തു? നീലി ആസ്മാൻ സേ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയ. നീലാകാശത്തിൽ നിന്നും ഇറങ്ങി വന്നു. ആര്? ഒരു നീല നിറത്തിലുള്ള വളരെ അതുല്യമായ ഒരു പക്ഷി. ഗാത്തി ഉടനെ വാലി ചിടിയ. ആ പക്ഷി എന്ത് ചെയ്യുന്നു നോക്കി? ഗാത്തി പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടിക്കൊണ്ട് ഉടനെ വാലി പറക്കുന്നു പക്ഷി. പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയായിരുന്നു. ഉടുത്തി ഗാനെ വാലി ചിടിയ. അതുപോലെ പറന്നുകൊണ്ട് പാടുകയായിരുന്നു പക്ഷി. പാട്ട് പാടിക്കൊണ്ട് പറക്കുകയായിരുന്നു, അതുപോലെ തന്നെ പറന്നുകൊണ്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ നീലി നിരാലി ചിടിയ. രണ്ടാമത്തെ ചാൻസ് നോക്കിയേ. ഇസ് ഫുനഗി സെ ഉസ് ഫുനഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ, ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനെ വാലി ചിടിയ. എന്താ ചെയ്തത്? ഇസ് ഫുൻഗി സെ ഉസ് ഫുനഗി പർ. ഫുനഗി, ഫുനഗി മീൻസ് മരച്ചില്ല, മരത്തിൻ്റെ ചില്ല. ഇസ് ഫുനഗി സെ ഈ ചില്ലയിൽ നിന്നും, ഉസ് ഫുനഗി പർ ആ ചില്ലയിലേക്ക്, ഉഡ്കർ ജാനെ വാലി ചിടിയ ഉഡ്കർ പറന്നുകൊണ്ട്, ജാനെ വാലി പോകുന്ന ചിടിയ പക്ഷി. അപ്പോൾ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം ഈ ഇലകളിലും ആ ഇലകളിലും, ചിപ്കർ ഒളിച്ചിരുന്നിട്ട്, മറഞ്ഞിരുന്നിട്ട്, ഗാനെ വാലി ചിടിയ പാട്ട് പാടുന്ന പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനെ വാലി ചിടിയ ഈ ഇലകളിലും ആ ഇലകളിലും ഒക്കെ, മരത്തിൻ്റെ ചില്ലകളിലുള്ള ഇലകളിലെല്ലാം മറഞ്ഞിരുന്നു കൊണ്ട് പാട്ട് പാടുകയാണ് നമ്മുടെ നീല നിറത്തിലുള്ള നിരാലി ചിടിയ. മൂന്നാമത്തെ ചാൻസ് നോക്ക്. പർ ഫടുക്കാക്കർ നീച്ചെ ആക്കർ ദാന കാനെ വാലി ചിടിയ. പർ എന്ന് പറഞ്ഞാൽ ചിറക്, ഫടുക്കാക്കർ ചിറകടിച്ചുകൊണ്ട്, പർ ഫടുക്കാക്കർ ചിറകടിച്ചുകൊണ്ട്, നീച്ചെ ആക്കർ താഴെ വന്നിട്ട്, നീച്ചെ താഴെ, ദാന കാനെ വാലി ചിടിയ. ദാന എന്ന് പറഞ്ഞാൽ ധാന്യമാണ്, ഗ്രെയിൻസ്. കാനെ വാലി തിന്നുന്ന, കഴിക്കുന്ന ചിടിയ. അപ്പോൾ പർ ഫടക്കാക്കർ ചിറകടിച്ചുകൊണ്ട്, നീച്ചെ ആക്കർ താഴെ വന്നിട്ട്, ദാന കാനെ വാലി ധാന്യം കഴിക്കുന്ന ചിടിയ. പക്ഷി മരത്തിൻ്റെ ചില്ലയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. മരത്തിൻ്റെ ചില്ലകളിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇലകൾക്കിടയിൽ മറിഞ്ഞിരുന്നു കൊണ്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആ പക്ഷി എന്ത് ചെയ്തു? താഴേക്ക് വന്നിട്ട് ധാന്യങ്ങളൊക്കെ കൊത്തിത്തിന്നു. ഓക്കെ, ദാന കാക്കർ ഇനി ധാന്യം കഴിച്ചിട്ട്, പർ ഫടക്കാക്കർ വീണ്ടും ചിറകടിച്ചുകൊണ്ട്, ചട്ട് പെട്ടെന്ന്, ഉഡ് ജാനെ വാലി ചിടിയ പറന്നു പോകുന്ന പക്ഷി വന്ന് ധാന്യം കഴിച്ചു. അപ്പോൾ തന്നെ അത് കഴിഞ്ഞ ശേഷം ഉടനെ ചിറകടിച്ച് പറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ചിറകടിച്ച് താഴെ വന്നിട്ട് ധാന്യം കഴിച്ചു. ധാന്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചിറകടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ദൂരേക്ക് പറന്നുപോയി. ഓക്കെ, നാലാമത്തെ സ്റ്റാൻസ. ഈസ് ഡാലി സെ ഉസ് ഡാലി പർ. ഡാലി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫുനഗി, അത് തന്നെയാണ്, മരത്തിൻ്റെ ചില്ല തന്നെയാണ് ഡാലി. അപ്പോൾ ഈ ഡാലിയിൽ നിന്നും ആ ഡാലിയിലേക്ക്, ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക്, ഉഡ് ജാനെ വാലി ചിടിയ പറന്ന് പറന്ന് പോകുന്ന പക്ഷി. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ലാക്ക് ബുലാവും, ലാക്ക് മീൻസ് ലക്ഷം. ലാക്ക് ബുലാവും ഞാൻ കുറേ തവണ വിളിച്ചു, 1,00,000-ഓളം തവണ ഞാൻ വിളിച്ചു. ലക്ഷം എന്നുള്ളത് കുറേ തവണ വിളിച്ചു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ലാക്ക് ബുലാവും കുറേ വിളിച്ചു, ലേക്കിൻ പക്ഷേ, മേരെ പാസ് ന ആനെ വാലി ചിടിയ മേരെ പാസ് എൻ്റെ അടുത്തേക്ക്, ന ആനെ വാലി
വരാത്ത. ആനേവാലി മീൻസ് വരുന്നത്, ന ആനേവാലി വരാത്തത്. അപ്പോൾ ഇത്രയൊക്കെ വിളിച്ചിട്ടും ആ പക്ഷി എൻ്റെ അടുത്തേക്ക് വന്നില്ല. അത്തരത്തിലുള്ളൊരു പക്ഷിയാണ് നമ്മുടെ നീലി നിരാലി ചിടിയ. വീണ്ടും ഫസ്റ്റ് സ്റ്റാൻസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നീല ആസ്മാൻ സേ ഉത്തരി നീലി ഏക്ക് നിരാലി ചിടിയ. നീലാകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന നീല നിറത്തിലുള്ള അതുല്യമായ പക്ഷി. ഗാത്തി ഉടനെ വാലി ചിടിയ, പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്നുകൊണ്ട് പാട്ട് പാടുന്ന പക്ഷി. ഇത്രയുമാണ് നമ്മുടെ കവിത. എന്തായിരുന്നു? നീലാകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന യുണീക്കായിട്ടുള്ള ഒരു പക്ഷിയായിരുന്നു. പാട്ട് പാടിക്കൊണ്ട് പറക്കും, പറന്നുകൊണ്ട് പാട്ട് പാടും. പിന്നെന്തായിരുന്നു? ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷിയായിരുന്നു. ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് പാട്ട് പാടുന്ന പക്ഷിയായിരുന്നു. പിന്നെ ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്നിട്ട് ധാന്യം കഴിക്കും. ധാന്യം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ചിറകടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു മുകളിലേക്ക് പോകും. അത്തരത്തിലുള്ള പക്ഷിയായിരുന്നു. ഈസ് ഡാലി സെ ഉസ് ഡാലി പെർ, ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പറന്ന് പോകുന്ന പക്ഷിയായിരുന്നു. കുറേ തവണ നമ്മൾ വിളിക്കും, അടുത്തേക്ക് വിളിക്കുമെങ്കിലും ആ പക്ഷി അടുത്തേക്ക് വരില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുലേ ദിൽസെ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യം പഠിക്കുന്ന കവിത, നീലി ചിടിയ, നീല നിറത്തിലുള്ള പക്ഷി. ഓക്കെ, കവിത ക്ലിയർ അല്ലേ? മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ മീനിങ്സ് ഒക്കെ നോക്കി പഠിച്ചു വയ്ക്കുക. അതൊക്കെ ബുക്കിൽ എഴുതുക. എന്നിട്ട് കവിത വായിച്ചു നോക്കുക. അപ്പോൾ വളരെ കൃത്യമായിട്ട് കവിത നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.